എങ്ങനെയാണ് നമ്മൾ ട്രാപ്പിൽ പെടുന്നത്? ട്രാപ്പിൽ പെടുന്ന ജയ്ഷ് ഓണത്തിന് വരുമ്പോ വീട്ടിലോട്ട് വരണം. ജയ്ഷിന്റെ വൈഫ് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവന്റെ വൈഫ് എന്നെ വിളിച്ച് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിക്കും. അങ്ങനെ നോർമൽ ഒരു സൗഹൃദ ബന്ധമാണ് ഉള്ളത്. വിളിച്ചിട്ട് ഓണത്തിന് വീട്ടിലേക്ക് വരണം, വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം എന്നുള്ള രീതി, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം, ഓണം അടിപൊളിയാക്കാന്ന് കണ്ടാണ്. ഓണത്തിന് ഞങ്ങൾ ഒരു 4 മണിയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്കത്തെ ഓണം പരിപാടിയെല്ലാം കഴിഞ്ഞ് ജയ്ഷിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് ജയ്ഷ് കുറച്ചു നേരം ജയ്ഷും വൈഫും എന്നെ വിളിക്കുമ്പോൾ അവര് പിള്ളേരുണ്ട്, ഫാമിലി മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ആരും ഇല്ല, ജയ്ഷും വൈഫും മാത്രമേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെപ്പർ സ്പ്രേയും വേറെ എന്തോ സ്പ്രേയും കൂടെ കൂട്ടി എന്നെ മുഖത്തടിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു. നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല. പെപ്പർ സ്പ്രേയുടെ ആക്കാവും പിന്നെ ബാക്കി പെട്ടെന്നുള്ള മർദ്ദനത്തിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈ കൂട്ടി കെട്ടി രശ്മി, ജയ്ഷിന്റെ വൈഫ് രശ്മിയും ഇതിനൂടെ കൈ കൂട്ടി കെട്ടി നേരെ തൂക്കി നിർത്തിയിട്ട് കാലും കെട്ടി. പിന്നെ രശ്മി അടുത്ത് വന്ന് നിന്നിട്ട് ജയ്ഷ് പറയാണ്, ഞാൻ പറയുന്ന പോലെ രണ്ടുപേരും പറയണമെന്ന് പറഞ്ഞു. ആദ്യം രശ്മിയാണ് പറയുന്നത്. എന്റെ അടുത്ത് പറയുന്നത് ജീവനോടെ ഇവിടെ തിരിച്ചു പോകണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പറയുന്ന പോലെ പറയുക. അന്നേരം രശ്മി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ ലൈംഗിക ബന്ധത്തിലായിരുന്നു, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറയുന്നത്. എന്റെ അടുത്ത് നീ ഇത് സമ്മതിച്ചു തന്നില്ല, ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല, ഇവിടെ കുഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ആ മുഖത്തടിച്ച സ്പ്രേയുടെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാം. പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുക, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മുഖത്തോട് സ്പ്രേ ചെയ്യുക, ഒരു പ്രതീക്ഷയില്ലാതെ. അത് കഴിഞ്ഞിട്ട് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രശ്മിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. ജയ്ഷ് കണ്ടെത്തുന്ന ആയുധങ്ങൾ, ഓരോ സാധനങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എടുത്തുകൊണ്ട് വരിക, കൊണ്ട് കൊടുക്കുക, കൊടുത്തിട്ട് രശ്മി എടുത്തുകൊണ്ട് വരും, ജയ്ഷ് ചെയ്യും. ഇത് മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രശ്മിയാണ്. രശ്മിയുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്റെ ഒരു ഫോണ് ഒരു നല്ല ഒപ്പോടെ 3 Pro നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ പോയി. എന്റെ പേഴ്സിലുണ്ടായിരുന്ന പൈസ എടുത്തു. എന്റെ ഒരു ഗോൾഡൻ വാച്ച് ഉണ്ടായിരുന്ന വാച്ച് അവിടെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ മർദ്ദനം മൊത്തം കഴിഞ്ഞ്, മർദ്ദനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു മനുഷ്യനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. എന്റെ നഖം വരെ നഖം പിഴാൻ നോക്കിയിട്ട് അതിനിടയ്ക്ക് മുട്ടുസൂചി അടിച്ചു കയറ്റുമായിരുന്നു. 5 വിരലിൽ മുട്ടുസൂചി അടിച്ചു കയറ്റുമായിരുന്നു. സ്റ്റാപ്ലറിന്റെ പിന്നടിച്ചോ? സ്റ്റാപ്ലറിന്റെ പിന്നടിച്ചു. എന്നെ പെൻസ് വലിച്ചു പിടിച്ചിട്ട് സ്റ്റാപ്ലറിന്റെ പിന്നടിച്ചു. പുറത്ത് മൊത്തം. അത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പകുതിയിൽ കൂടുതൽ റിമൂവ് ചെയ്യുന്നത്. ബാക്കി ഭാരത് ഹോസ്പിറ്റലിലാണ് റിമൂവ് ചെയ്യുന്നത്. എന്റെ നട്ടലിന് പൊട്ടലുണ്ട്, വാരിയലിന് പൊട്ടല്, കമ്പിയോടിക്ക് അടിച്ചതാണ്, വലിയ കമ്പിയോടിയിട്ട് അടിച്ചതാണ്. അവരുടെ ഒരു സൈക്കോപാത്താണ്. അവരെന്തോ വീട്ടിൽ ഭയങ്കര ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആഭിചാരം ചെയ്തിട്ട് ജയ്ഷ് അല്ല രശ്മിയല്ല സംസാരിക്കുന്നത്, വേറെ ഏതോ രീതിയിൽ പല ഭാഷകളിൽ അവർ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാമെന്ന് അവര് ഈ ചോര കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചിരിയാണ്. അവർ ആ ചോര കാണുമ്പോൾ അവർക്ക് ഭയങ്കര എഫക്റ്റ് അവർക്ക്.